ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ തന്നെ ചിക്കൻ കഴിക്കുന്ന വിശേഷങ്ങളായിട്ടല്ലേ വന്നിക്കണത്. അപ്പോൾ അതിൽ നിന്ന് ചിക്കൻ കറി വെക്കാമല്ലോ കരുതിയിട്ട് രാവിലെ കുട്ടിക്ക് സൂചിയുണ്ട് അനിയത്തിയുടെ മോന്. അപ്പോൾ എനിക്ക് സൂചി വെക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇസുവിന് വൈറ്റമിനും കൊടുക്കാമല്ലോ കരുതി ഞാൻ. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിലും പോകണം. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അത്രയും എളുപ്പം അടുക്കളയിലെ പണികൾ വേഗം ഒരുക്കാൻ എഴുതിയിട്ട് എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി വെക്കാൻ എഴുതിയിട്ട് ചിക്കൻ കറി ഇപ്പം ഞാൻ വെക്കല് ഇൻസ്റ്റയിലും ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടാണ്. പക്ഷെ ഞാൻ വെച്ചപ്പോൾ എന്തൊരു ടേസ്റ്റാണ്, വെക്കാൻ എളുപ്പമാണ്. ഫുള്ള് മസാലയും ചിക്കനും ഒക്കെ പാടെ ഒപ്പിട്ടുകൊണ്ട് കുക്കറിൽ വിസിലടിപ്പിക്കുക. അതിൽ ആകെ പണി പിന്നെ വെല്ലുള്ളി നമുക്ക് പൊരിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യം ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി മസാല ഇട്ടിട്ട് അങ്ങനെയൊക്കെ വാട്ടിയിട്ട് വെക്കല്. ഇപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ വെക്കല്. ടേസ്റ്റ് നല്ല ടേസ്റ്റും ഉണ്ട്, എളുപ്പമാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതല്ലേ ഒന്നും കൂടി സുഖം. അപ്പം ഞാൻ അതന്നെ വെക്കല്. ഇതൊക്കെ ഞാൻ വോയിസ് ചെയ്ത് വീഡിയോ എടുത്തതാണ്. അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇസാപ്പു ടി വി കാണുന്ന സൗണ്ട് ഉണ്ടെന്ന്. ഈ അരിഞ്ഞ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാതെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചോറ് വറക്കാം. ഏതായാലും വെളിച്ചെണ്ണ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ അപ്പം അങ്ങനെ വെച്ചിട്ട് ഉള്ളിലേക്ക് പോവാം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഇസുവിൻ്റെ പാട്ട് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാൻ എന്താട്ടി നമുക്ക് ലേശം നെയ്ച്ചോറ് കൂടി വെക്കാമെന്ന് കരുതി ഞാൻ. കാരണം ചിക്കനല്ലേ കറി. നെയ്ച്ചോറ് വെക്കാൻ ചെയ്തിട്ട് പിന്നെ വേഗം കുക്കറിൽ നെയ്ച്ചോറ് ചെയ്തിട്ട് ലേസോളം ഉണ്ടായതിന് അരി അതില്ലത് കുക്കറിൽ വേഗം വിസിലടുപ്പിച്ചാലോ കരുതിയിട്ട് ഒരു നേരത്തിനെങ്കിൽ ഒരു നേരത്തിന് 9:30 ആകുമ്പോൾ വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾക്ക് എൻ്റെ അടുക്കളയിൽ പണി ഒരുങ്ങണം. ഉള്ളിൽ കൂടി അടിച്ചിരുന്ന് തുടക്കില്ല കാര്യങ്ങളൊക്കെ കഴിയണം. കാരണം 2 ദിവസം എനിക്ക് തീരെ നീച്ചാൻ വെച്ചിരുന്നില്ല, പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പണികളൊക്കെ അവിടെ ഇട്ടേക്കായിരുന്നു. ഇപ്പം തന്നെ തലവേദന നന്നായിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ ഇനിയും കൂടി ഒന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടറെ ഒന്ന് കാണിക്കാലോ കരുതിയിട്ടാണ് പിന്നെ ഞാനും കൂടി പോയത്. പിന്നെ ഇസുവിന് വൈറ്റമിനും കൊടുക്കണ്ടേ, അങ്ങനെ പോയതാണ്. അപ്പോഴൊന്നും അജുമോ നീച്ചിട്ടില്ല. അവൻ നീച്ച് വേഗം ചായയുടെയും കാര്യങ്ങളും അവൻ്റെ ഇതിൻ്റെ ഇടയിൽ കൂടി വേഗം കഴിക്കണം. ഇസു ആണെങ്കിലോ നല്ലോണം തിരക്ക് കൂട്ടുന്നുണ്ട്. ഓനത് മാറ്റിത്തായോ, എൻ്റെ അവിടെ ടി വി കാണാൻ വായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൻ നല്ല വാശിയും പിടിച്ചിട്ടുണ്ട്. ഇക്കുറി സുഖമില്ലാത്തതുകൊണ്ട് പനിയൊക്കെ ആയതുകൊണ്ട് ഓൻ ഇടക്കിടക്ക് നല്ല വാശിയും കുറുമ്പും അതും ഉണ്ട്. അപ്പം കുക്കറിൽ വേഗം മസാലകളൊക്കെ ഇട്ടിട്ട് ഉള്ളി ഇട്ടുകൊണ്ട് അങ്ങനെ ഓൻ്റെ പിന്നാലെ പോയി. വന്നപ്പോഴൊക്കെ ഓനെന്നെ നോക്കി വന്നപ്പോൾ ഉള്ളി ചെറുതായിട്ട് ഇതാ കളറൊന്നും മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം എന്നിട്ട് ക്യാരറ്റ് ഇട്ടു. ചിക്കൻ്റെ പണി കൂടി നോക്കാൻ എന്നിട്ട് എനിക്ക് ഉള്ളിൽ കൂടി നേരാക്കാൻ പോകാൻ. കാരണം ടൈമില്ല. അതുകൂടി കഴിഞ്ഞിട്ട് വേണം. ഫ്രിഡ്ജ് തുറക്കല്ലേ. പിന്നെ വേഗം ചിക്കൻ കറി വെക്കാമല്ലോ കരുതി. കാരണം ഇതിൻ്റെ ഒപ്പം ചിക്കൻ കറിയും കൂടി വെച്ചാലുള്ളൂ അടുക്കളയിൽ നിന്ന് എനിക്കൊന്ന് മാറി നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അടുക്കളയിൽ പണി കഴിഞ്ഞാൽ വേഗം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വേഗം കഴിയുമല്ലോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, വലിയ ജീരകം ചതച്ചത്, തക്കാളി അരിഞ്ഞത്, പിന്നെ പൊരിച്ച് വെച്ച നല്ലോണം ബ്രൗൺ കളറായി പൊരിച്ച് വെച്ച വെല്ലുള്ളി അതൊക്കെ ഇട്ടുകൊണ്ട് മസാലകളിലും ഇടുക. ആവശ്യത്തിന് ഇത് മല്ലിപ്പൊടി നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ്, മുളക് പൊടി, പിന്നെ ലേശം ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. തോനെയൊന്നും വേണ്ട, ലേശം സ്മെല്ലിന്. കുക്കറിൽ വിസിലടുപ്പിച്ചെടുക്കാം. അത് അപ്പോഴേക്ക് നമ്മൾ പരന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം. പിന്നെ ഞാൻ വേഗം പരന്ന പാത്രങ്ങൾ എന്തൊരു അടുക്കളയിൽ പണിയെടുത്താലും വേഗം പാത്രങ്ങൾ പരക്കുമല്ലോ. പിന്നെ അതൊക്കെ വേഗം കഴുകി വെച്ച് അടിക്കലും തുടക്കലും അതൊക്കെ കാര്യങ്ങൾ വേഗം കഴിച്ചു. അപ്പോൾ ചിക്കൻ കറി ആയിരുന്നു. ആയിട്ടുണ്ട്. നല്ല മണം.
അത്യാവശ്യം വെന്തിട്ടുമുണ്ട്. പരിപ്പ് എല്ലാം ഇല്ലേ നോക്കി നിൽക്കണം. എല്ലാം പാകമാണ്, ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ആണെങ്കിൽ ലേശം പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കാം. അപ്പൊ ഞങ്ങളത് അങ്ങനെ പോവാൻ റെഡി ആയിക്കണ്. എല്ലാ പണി ഒരുങ്ങി. ഇതാ അജ്മോനില്ല, അജ്മോന് ഇവിടെ നിൽക്കണം. സാപ്പ് ഇതവിടെ ഇതായിടുത്ത പിന്നെ ഓന് ഷൂ ഒക്കെ ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഞാൻ ഷൂ ഇട്ട് കൊടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അജ്മോൻ അതാ വീഡിയോ എടുക്കണം. ഓന് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാറ്റ് വഴി വരവാണ്, വീഡിയോ എടുത്ത് തരണം, അതേമാതിരി വീഡിയോയിൽ നിൽക്കണം, അങ്ങനത്തെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇതാണ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ അങ്ങനെ ചേർത്തി. അപ്പോൾ അതാ പിന്നെ ഷൂ ഒക്കെ ഇട്ടപ്പോൾ വേഗം വണ്ടി പോകണം. അജുമോന് സിദ്ധൂനിറ്റും അപ്പം കളിച്ചാൽ വേണ്ടി അവൻ്റെ ബാറ്റും പന്തൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ പോയി. അപ്പോൾ കുടിക്ക് വണ്ടി വരാനാണ് പറഞ്ഞിക്കണത്. അപ്പോൾ ആ കുടിൻ്റെ അവിടേക്ക് വണ്ടി വരാനാണ് പറഞ്ഞിക്കണേ. അവിടുന്ന് കുട്ടിനായിട്ടില്ല ഓല്. എന്തായാലും ഞങ്ങൾ പോയോക്കട്ടെ. ഞങ്ങളിതാ പോവാനിറങ്ങാണ്, വണ്ടി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചു നേരം വരിയൊക്കെ നിന്ന് അങ്ങനെ ഇന്നെ ആദ്യം കാണിച്ചു, പിന്നെ ഇസോനെയും കാണിച്ച് അനിയത്തിനെയും കാണിക്കേണ്ടി വന്നിരുന്നു. ഓക്ക് ചെറിയ സൂചിയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ അനിയത്തിക്ക്. അപ്പോൾ സൂചിയൊക്കെ വെച്ച് പിന്നെ ഞങ്ങളങ്ങനെ പോന്നു. അപ്പോൾ ഇസാപ്പ് വണ്ടി ഇതാണ് എഴുതി അതിൻ്റെ അടുത്ത് പോയി നിന്നതാ. അപ്പോൾ ഇതാ ചോറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേ നമുക്ക് ഇനി ഡ്രസ്സിടെ അജുമോന് സ്കൂൾ തുറക്കാനായില്ലേ. അപ്പോൾ നോന് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ എഴുതിയിട്ട് പോവാണ്. ഇസുവിന് ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഓനെ ഉറക്കിക്കണം, അമ്മാൻ്റെ അടുത്ത് കൊണ്ടാക്കി കൊടുത്തിരിക്കണം ഉറക്കിയിട്ട്. അപ്പോൾ നോൻ നീച്ചുമ്പോൾക്ക് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരട്ടെ ചെയ്ത് സ്കൂൾ തുറക്കാൻ. നമുക്ക് യൂണിഫോം ഒരു കൂട്ടെടുക്കണം, അടിച്ചു കിട്ടൂലല്ലോ. കഴിഞ്ഞ കൊല്ലം തന്നെ ഓന് യൂണിഫോം ഒരു മാസത്തോളം പിടിച്ചിക്കണു അല്ലേ കിട്ടാൻ. അപ്പം ഇനി യൂണിഫോം അടിച്ചാൽ കൊടുക്കണം. പിന്നെ ബാഗ് ഉണ്ട് ഇവിടെ, 2 കൂട്ട് ബാഗ് ഉണ്ട്. ബാഗ് എടുക്കണില്ല. പിന്നെ വെള്ളക്കുപ്പി വേണോ? വെള്ളക്കുപ്പിയാണോ? വെള്ളക്കുപ്പിയും വേണ്ട. വെള്ളക്കുപ്പി അല്ല സുർക്കക്കുപ്പി എന്തെങ്കിലും വേണ്ട. അപ്പോൾ ഓന് എന്തൊക്കെ വേണ്ട വെച്ചാൽ വാങ്ങിയിട്ട് വരണം. അപ്പോൾ ഞങ്ങളെ കൂടെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിയിട്ട് വരട്ടെ. ഇല്ലേ ഓന് വെള്ളക്കുപ്പിയാണോ വിശക്കോ? ഓനല്ലേ ആള്, ഓൻ അതും ചെയ്യും. എവിടെ നോക്കിയാലും മയിലുകളല്ലേ. പിന്നെ ആദ്യം ഞങ്ങൾ യൂണിഫോം എടുക്കാൻ അങ്ങനെ കയറി. അപ്പോൾ അവിടെ യൂണിഫോം ഇല്ല, സാമിയിൽ മാത്രമുള്ള അലനല്ലൂർ, വേറെ എവിടെ യൂണിഫോം ഇല്ല. അപ്പോൾ ഞങ്ങൾ വേഗം സാമിയിൽ കയറി യൂണിഫോമും കാര്യങ്ങളൊക്കെ ആദ്യം എടുത്തു. അപ്പോൾ എനിക്കും കൃത്യമായിട്ട് എത്ര ഓനൊരു കൂട്ടെടുത്തിന് യൂണിഫോമിന് വരികയെന്നറിയില്ല. പിന്നെ ഈ കാക്കാനോട് ചോദിച്ചാൽ ആക്കെ മുറിച്ചെടുത്ത് ഞങ്ങളങ്ങനെ തിരിച്ച് വീണ്ടും പോന്നു. പിന്നെ പോന്നപ്പോഴാണ് അവന് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ കയറിയത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചാതൊരു പെരുന്നാൾ പർച്ചേസ് ഇതിങ്ങനെ നടക്കും. അജുവിൻ്റെ പർച്ചേസ് ചെയ്യുന്നു. അജു ഞാനൊക്കെ ഡ്രസ്സ് എടുക്കുമോ? ഇല്ല കേട്ടോ, 3 കൂട്ടാണ് എനിക്ക് എടുത്തിക്കണത്. ഇപ്പോൾ 3 അല്ല 4 കൂട്ട്. ഒട്ടും പ്രതീക്ഷിച്ചാതെ അപ്പോൾ ഒരു അജുമോന് 4 കൂട്ട് ഡ്രസ്സ് എടുത്തു. ഞങ്ങളാകെ സ്കൂൾ സാധനങ്ങളൊക്കെ വാങ്ങട്ടെ എഴുതി പോകുന്നതിന്. അപ്പോൾ പിന്നെ അറിയാതെ ഓന് ഡ്രസ്സ് കൊടുത്തു. അപ്പോൾ ഈ പെരുന്നാൾ ഇനി പെരുന്നാക്കെല്ലാം കൂടി എടുക്കാമല്ലോ കരുതി ഞങ്ങളിവിടെ തന്നെ കയറി ആക്കണു. ഓനിൻ്റെ ഡ്രസ്സാണിത്. ഇനി ബില്ലാക്കട്ടെ. ഇനി ഇസുവിനിട്ട് ഡ്രസ്സ് എടുക്കാൻ വരണ. ഇസുവിനും കൂടി എടുത്തിട്ടെന്നാ പിന്നെ ഞങ്ങൾക്കില്ല നോക്കിയാൽ പോരെ. അജുമോനെ SP കിട്ടണ പൊരുളാണ്. ഓനെ തെറ്റിക്കുന്ന അവല് മിൽക്കൊന്നും വാങ്ങിത്തരൂല പറഞ്ഞിട്ട്.
അപ്പോൾ കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. സോസ് അടച്ച ഇന്നിപ്പേ ഓന് എന്തൊക്കെ കിട്ടിയത്? 5 കുപ്പായം കിട്ടി. പെരുന്നാക്കും സ്കൂളിൽ സാധനമാണ് ഒറ്റ ട്രിപ്പിൽ ഓന് കഴിച്ചു. 5 കുപ്പായം കിട്ടി. ഞങ്ങൾക്കുണ്ടാ മേടിച്ചു തിന്നു ഞങ്ങള്. അജുമോനെ പേപ്പറാ തിന്നണേ. അജുമോന് പേപ്പറാണ്. കണക്കില്ലല്ലോ, കണക്ക് പേപ്പറല്ലേ. എന്താ പേപ്പർ തിന്നണ്ട എനിക്ക്? പേപ്പറാണ് അജോ ആണോ? അഭ്യാസം കാണണോ? ഒരു പൊട്ട് കൊടുത്തല്ലേറാ. എന്റെ ചായ കൂടിയും കഴിഞ്ഞിട്ട് ഇവലെ ഔലി മിൽക്ക് വന്നിട്ടില്ല. രണ്ടാളും പോസ്റ്റായി കുത്തിരിക്കുന്നുണ്ട്. എനിക്ക് ഔലി മിൽക്ക് വാങ്ങിത്തരില്ല പറഞ്ഞു. പനി ജലദോഷമൊക്കെ ഇല്ല, അതുകൊണ്ട് വാങ്ങിത്തരില്ല പറഞ്ഞു. അതുകൊണ്ട് ഒരു രണ്ടാളും ഔലി മിൽക്കും പറഞ്ഞു. എനിക്കൊരു ചായ പറഞ്ഞു. ജംഷപ്പൂത ചായ കാണില്ല. ജംഷപ്പൂത ചായ അപ്പോഴും അജുമോൻ പോസ്റ്റായി. അജുമോനൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടാക്കും ചായ ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടാക്കും ചായ. അങ്ങനെ ഗായ്സ് അജുമോന്റെ കയ്യിലും എത്തിക്കിട്ടി. അടച്ചു തരടാ. കഴിക്കാനൊന്നും കയറില്ല. അജുമോൻ ഞങ്ങളോട് തെറ്റിയപ്പോൾ പിന്നെ അങ്ങനെ കയറിയതാ. അപ്പൊ പിന്നെ പോരുമ്പോ യൂണിഫോം അടിച്ചാനില്ല കൊടുത്ത് അങ്ങനെ പോന്നു. പ്രതീക്ഷിച്ചാതെ അജുമോനിലെ പെരുന്നാൾ പർച്ചേസും കൂടി കഴിഞ്ഞു. അവന് സ്കൂൾക്ക് ഇടാനും കളർ ഡ്രസ്സ് വേണ്ടിനു. പെരുന്നാൾക്കും അതേമാതിരി ഒരു കൂട്ട് എടുക്കേണ്ടിനു. അപ്പം അങ്ങനെ മൊത്തം ഞങ്ങളൊരു 3-4 കൂട്ട് എടുത്തിട്ടുണ്ടാവും. ഇസാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഓനെടുത്തില്ല. ഇസുണ്ടെങ്കിൽ ഓനും കൊടുത്തിരുന്നു. ഇസുവിനെ കൊടുത്തിട്ടില്ല. പിന്നെ ഏതായാലും ഇസുവിനായിട്ട് ഒരു ദിവസം വരണം. പിന്നെ ഞങ്ങൾക്ക് കൊടുക്കണം. അജുവിന് വേറെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. അതിൽ യൂണിഫോമും ഈ ഡ്രസ്സും തന്നെ ഉള്ളു എടുത്തിട്ട്. ഇനി ഒരു ബാഗും ബുക്കും കാര്യങ്ങളൊക്കെ. ബാഗ് എടുക്കണില്ല, ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ വേറെന്താ, അപ്പം ഇന്നത്തെ വിഷയം ഇത്ര തന്നെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ പിന്നെ ഞങ്ങളെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും.